പോയി നോക്കട്ടോ നിന്റെ ഉമ്മ ഒന്ന് പോയി നോക്കട്ടെ മോനെ. ഈ ലോകത്ത് കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത രണ്ട് മുത്തുകളെയാണ് അള്ളാഹു ലോകത്ത് പടച്ചത്. ഇസ്ലാമിന്റെ പടയാളികളെ, ദീനിന്റെ ചുടക്കുട്ടികളെ, ലോകത്ത് എന്ത് കൊടുത്താലും 25 കൊല്ലം ഗൾഫ് നാടുകൾ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകളുണ്ട്. ഒന്ന് ഉമ്മയാണ്, രണ്ടാമത്തെ നമ്മുടെ മുത്ത് നമ്മുടെ ഉപ്പയാണ്. ആ വയറൊക്കെ ചുളിഞ്ഞു പോയ, ആ കൈകളൊക്കെ ചുളിഞ്ഞു പോയ നമ്മുടെ ബാപ്പയുണ്ടല്ലോ, പണ്ട് പാടത്ത് കൊത്തിയിരുന്ന ബാപ്പയാണത്. ആ ഉപ്പ ഇന്ന് നമ്മുടെ വീട്ടിൽ ഭാരമായിട്ടുണ്ട് അല്ലേ? ആ ഉപ്പയുടെ കണ്ണടഞ്ഞാൽ ലോകത്തൊരു ഉപ്പാനെ കോടികൾ കൊടുത്തിട്ട് വാങ്ങാൻ കിട്ടുമോ? നമ്മുടെ ഉമ്മയുടെ കണ്ണടഞ്ഞാൽ, നമ്മുടെ ഉമ്മ നമ്മോട് വിട പറഞ്ഞാൽ എന്ത് കൊടുത്തിട്ടെന്താ? ഇസ്ലാമിന്റെ ദീനിന്റെ മക്കളെ, എനിരു ഉമ്മാനെ കിട്ടുമോ? ഞാൻ റസൂലുള്ളാഹിനെ മാറ്റിവെച്ചുകൊണ്ടാ പറയുന്നത്. ഇനിയൊരു ഉമ്മാനെ കിട്ടുമോ? കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകളെ അല്ലാഹു ലോകത്ത് പടച്ചിരിക്കുന്നത് ഉമ്മയാണ്. രണ്ടാമത്തെ മുത്ത് നമ്മുടെ ബാപ്പയുമാണ്. യഹ്റുമുൽ ഹജറു തുർഫത ഐൻ, കണ്ണടച്ച് തക്കുന്ന സമയം 1 മിനിറ്റല്ല, 1 സെക്കൻഡ് മാതാപിതാക്കളോട് പിടങ്ങുന്നത് ഹറാമാണ്. ആണ് പഠിപ്പിക്കുന്നത്. മാതാപിതാക്കളെ 4-5 മാസം ഒരു പെൺകുഞ്ഞിനെ കിട്ടിയപ്പോഴേക്കും, മാസങ്ങളായപ്പോഴേക്കും പെറ്റ ഉമ്മാനെ വലിച്ചെറിഞ്ഞ് നമ്മുടെ സാധുവായ ബാപ്പയെ ആട്ടിവിട്ട് വാടക വീട്ടിലോ ഭാര്യ വീട്ടിലോ, ഭാര്യ പോകരുതെന്നല്ല പറയുന്നത്, വാടക വീട്ടിലോ ഭാര്യ വീട്ടിലോ, എന്റെ അനുജാ, നിന്റെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ നിന്റെ ഉമ്മാന്റെ കണ്ണീര് കുടിച്ച് നീ ഭാര്യ വീട്ടിൽ പോയി താമസിച്ചാലും, മോനെ നീ മഞ്ചേരി പരിസരത്ത് വാടകയ്ക്ക് വീടെടുത്തി വാടക റൂമിൽ പോയി താമസിച്ചാലും വിടൂല റബ്ബ് നിന്നെ. മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഏതെങ്കിലും ഒരു മുസ്ലിയാർ ഞാൻ എന്നെ കുറിച്ച് പറയുന്നു, ഞാനെങ്ങാനും എന്റെ ഉമ്മയെക്കാളും ചെറിയ സ്ഥാനം എന്റെ ഭാര്യക്ക് കൊടുത്തുപോയാൽ, മുസ്ലിമീങ്ങളെ, എന്റെ ഈമാനുള്ള അനുജന്മാരെ, ഇത് റസൂലുള്ളാഹ് പറയുന്നു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്. മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഉമ്മയെക്കാളും ഭാര്യമാർക്ക് വീടുകളിൽ സ്ഥാനവും പദവിയും കൊടുക്കുന്നവർ ശാപത്തിന്റെ ഉടമകളാണ്, ലഅനത്തിന്റെ ഉടമകളാണ്. ഖാല റസൂലുള്ളാഹി